ഓരോ ദിവസവും ഏകദേശം 90 ടൺ ഹൈഡ്രജനും ഹീലിയവും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്നും സ്പേസിലേക്ക് ചോർന്നു പോകുന്നുണ്ട്. യൂണിവേഴ്സിൽ വെച്ച് ഏറ്റവും ലൈറ്റസ്റ്റ് ആയ എലമെന്റ്സ് ആണ് ഈ ഹൈഡ്രജനും ഹീലിയവും. പ്രധാനമായും 3 തരത്തിലാണ് ഇവ അന്തരീക്ഷത്തെ മറികടന്ന് സ്പേസിലേക്ക് പോകുന്നത്. അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും ടോപ്പിലുള്ളവ സൂര്യന്റെ ചൂടിൽ നിന്ന് കിട്ടുന്ന എനർജി ഉപയോഗിച്ചും കുറച്ചു ഭാഗം ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ന്യൂട്രൽ മോളിക്യൂൾസിനെ ഇടിച്ചു തെറിപ്പിച്ച ഒരു ഇലക്ട്രോണിനെ തട്ടിയെടുത്ത് സ്വയം ന്യൂട്രലായി മാറിയും ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ നിന്നും സ്പേസിലേക്ക് രക്ഷപ്പെടുന്നു. സൂര്യന്റെ സോളാർ വിൻഡ് മൂലം ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന വീക്ക് സ്പോട്ടിൽ കൂടിയും ഈ വാതകങ്ങൾ സ്പേസിലേക്ക് രക്ഷപ്പെടുന്നു. ഓരോ സെക്കൻഡിലും 1 മീറ്റർ വ്യാസമുള്ള ബലൂൺ നിറയ്ക്കാൻ വേണ്ടത്ര ഹൈഡ്രജൻ ഗ്യാസ് ഭൂമിക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ബട്ട് നോ നീഡ് ടു വറി. ഏകദേശം 150 മില്യൺ വർഷത്തേക്കുള്ള ഹൈഡ്രജൻ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. പക്ഷേ വിദൂര ഭാവിയിൽ നമ്മൾ ഇപ്പോൾ ചൊവ്വയെ നോക്കി പറയുന്നത് പോലെ ആരോ ഭൂമിയെ ചൂണ്ടി പറഞ്ഞേക്കാം ആ പ്ലാനറ്റിൽ എപ്പോഴെങ്കിലും ജീവൻ ഉണ്ടായിട്ടുണ്ടാവാമെന്ന്. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.